അനുജൻ്റെ ഭാര്യയെ വിടാൻ ബാലിക്ക് സമ്മതമല്ല, വിട്ടില്ല. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് നാം അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്? ഭാര്യ ഇവിടെ ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, അവിടെ നിൽക്കട്ടെ എന്നാണ്. അങ്ങനെ മോക്ഷം കിട്ടേണ്ട ചക്കാത്തിലെന്ന് ഭഗവാൻ വിചാരിച്ചു. അപ്പോഴാണ് ഇതിയാൻ തൂങ്ങി കിടക്കുന്നത്. ആര്? ഈ അർജുനൻ. നീ എൻ്റെ കയ്യിൽ കിടക്കുന്നുമില്ലേ, വാ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. ക്ഷത്രിയനായിരുന്നിട്ട് കൂടി ശ്രീകൃഷ്ണൻ ഇതുപോലൊരു ഘട്ടത്തിൽ കുരുക്ഷേത്ര ഭൂമിയിൽ ആയുധമെടുക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ ലംഘിക്കുകയും ആയുധമെടുക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ടല്ലോ. ഈ ശ്രീകൃഷ്ണൻ്റെ ഈ പ്രതിജ്ഞാലംഘനവും പ്രതിജ്ഞ ലംഘിക്കാൻ കൂട്ടാക്കാത്ത ഭീഷ്മരെയും നമ്മളെങ്ങനെ താരതമ്യപ്പെടുത്തും? 18 അക്ഷൗഹിണി പടയാണ് ആസുരമായ യുദ്ധത്തിൻ്റെ പരിഹാരമില്ലാത്ത അപരിഹാര്യമായ സംയുക്ത വന്യയിൽ ഹോമിക്കപ്പെടാൻ പോകുന്നു. 18 അക്ഷൗഹിണി, ഏതാണ്ട് 2,48,000 ഭടന്മാർ വരും ഒരു അക്ഷൗഹിണിയിൽ. ഈ തേർപ്പടയുടെ കണക്കെടുത്തുന്നാൽ അതിനെ നേരത്തെ പറഞ്ഞല്ലോ, വലിയ തേരുകളാണെങ്കിൽ 48 പേരൊക്കെ ആയിരിക്കും ആ തേരിൻ്റെ സംരക്ഷണത്തിന് നിൽക്കുന്നത്. തേർ ചക്രത്തിൻ്റെ സംരക്ഷകന്മാരുണ്ട്. ഓരോ ചക്രത്തിനും സംരക്ഷകന്മാരുടെ ഒരു വ്യൂഹമുണ്ട്. അപ്പോൾ കോടാനുകോടി എന്നാണ് ഇതിൻ്റെ കണക്ക് പോകുന്നത്. ഇത്രയും പുരുഷന്മാർ ഹോമിക്കപ്പെടാൻ പോകുന്ന ആസുരമായ ഒരു ആഹവം, ആസുരമായൊരു യുദ്ധം തുടങ്ങുന്നത് എത്ര ധാർമ്മികമായിട്ടാണെങ്കിലും യുദ്ധത്തിൽ ആ ധർമ്മങ്ങളെല്ലാം മനുഷ്യൻ്റെ ശരീരം നോക്കുമ്പോൾ വേദനിക്കുമ്പോൾ ലംഘിക്കപ്പെടും എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് ധർമ്മങ്ങൾ പാലിക്കപ്പെടുകയില്ല, യുദ്ധധർമ്മങ്ങൾ ലംഘിക്കപ്പെടുകയേ ഉള്ളൂ യുദ്ധത്തിൽ. എല്ലായിടത്തും എങ്ങും അതിന് അപവാദമായിട്ട് ഒരു യുദ്ധവും കണ്ടിട്ടില്ല. ഇത്രയും ആളുകൾ ഹോമിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ആന്തരികമായ വേദന, അപ്രത്യക്ഷമായ വേദന ശ്രീകൃഷ്ണനുണ്ട്. പിന്നെ യുദ്ധം പാടില്ല എന്നതിന് തെളിവായിട്ടാണ് അദ്ദേഹം നിരായുധനായ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ നിരായുധീകരണത്തിൻ്റെ ആദ്യത്തെ മൂർത്തിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയേണ്ടി വരും. ആദ്യം നിരായുധീകരണം എന്ന ആശയം ഒരു യുദ്ധത്തിൻ്റെ രംഗത്ത്, നടക്കാൻ പോകുന്ന യുദ്ധത്തിൻ്റെ രംഗത്ത് ആദ്യമായി ഉന്നയിച്ചുകൊണ്ട് നിരായുധീകരണത്തിൻ്റെ ദേവതയെപ്പോലെ യുദ്ധത്തിൻ്റെ മുൻപന്തിയിൽ മറുപക്ഷത്തെ, ദുര്യോധനൻ്റെ മറുപക്ഷത്തെ യുദ്ധത്തിൻ്റെ നായകനായിട്ട്, യുദ്ധത്തിൻ്റെ സർവ സൈന്യാധിപത്യമുള്ള രാജകുടുംബത്തിലെ അംഗമായ മന്ത്രിസ്ഥാനമുള്ള ധർമ്മപുത്രരുടെ മന്ത്രിസ്ഥാനമുള്ള അർജുനൻ്റെ തീർതെളിക്കാൻ പോയി നിൽക്കുന്ന പാർത്ഥസാരഥി ലോകത്തിലെ ആദ്യത്തെ നിരായുധീകരണ ശ്രമത്തിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ്. പക്ഷേ ആ മൂർത്തിക്ക് പോലും ആയുധം എടുക്കേണ്ട ഒരു സ്ഥിതി വരുന്നു എന്നുള്ളത് കൊണ്ട് നിരായുധീകരണം പ്രായോഗികമല്ല എന്നൊരു സന്ദേശം ഇതിലുണ്ട്. ഉണ്ട്. കാരണം ധർമ്മത്തിന് വഴങ്ങാത്തവരെ എന്ത് ചെയ്യണം? എത്ര പരിശ്രമിച്ചാലും ആരെല്ലാം ശ്രമിച്ചാലും ധർമ്മത്തിന് വഴങ്ങുന്നില്ല, സത്യത്തെ അംഗീകരിക്കുന്നില്ല, നീതിയെ സ്വീകരിക്കുന്നില്ല, നീതി സ്വീകാര്യമല്ല. ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ രാജ്യത്തിൻ്റെ പൊതുവായ പതനം ഉണ്ടാക്കാൻ അവർ കാരണക്കാരാകുമ്പോൾ അവരെ എന്ത് ചെയ്യണം? വരങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നു ബാലി. വരം കൊടുക്കാൻ ശക്തിയുള്ളവരിൽ നിന്ന് തന്നോട് യുദ്ധം ചെയ്യുന്ന ആളിൻ്റെ പകുതി ബലം ബാലിക്ക് കിട്ടും എന്ന് വരം വാങ്ങി വച്ചിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് തോന്നിയതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ കൈകാര്യം ചെയ്യുന്നു. സുഗ്രീവനെ ആട്ടി പുറത്താക്കി. കഥയുടെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ആട്ടി പുറത്താക്കുമ്പോൾ അയാൾക്ക് ജീവിക്കാനുള്ള വക കൊടുക്കണം. കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് സാമാന്യ ധർമ്മമാണ്. അത് കൊടുത്തില്ല. അയാളുടെ ഒരു വസ്തുക്കളും അവിടെ നിന്ന് എടുക്കാൻ ബാലി സമ്മതിച്ചില്ല. കിഷ്കിന്ധ രാജധാനിയിൽ നിന്ന് എടുക്കാൻ ബാലി സമ്മതിച്ചില്ല. വേണ്ട. അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയെ എൻ്റെ കൂടെ വിടണം. ഭാര്യ വിടാനൊക്കില്ല. അതിനത് അനുജൻ്റെ ഭാര്യയെ വിടാൻ ബാലിക്ക് സമ്മതമല്ല, വിട്ടില്ല. രുമ എന്നാണ് ആ സ്ത്രീയുടെ പേര്. രുമയെ വിട്ടുകൊടുത്തില്ല. രുമയെ പിടിച്ചവിടെ വെച്ചു. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് നാം അതിൽ നിന്ന് അനുമാനിക്കേണ്ടത്? ഭാര്യ ഇവിടെ ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, അവിടെ നിൽക്കട്ടെ എന്നാണ്. അപ്പോൾ അത്ര വലിയ അനീതി ചെയ്തിരിക്കുന്നു സുഗ്രീവനോട്. സുഗ്രീവൻ തെറ്റൊന്നും ചെയ്യാതിരിക്കെ തനിക്ക് പറ്റിയ അബദ്ധം താൻ കാരണമല്ലെന്നും രാക്ഷസമായതുകൊണ്ട് സംഭവിച്ചതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും അതൊന്നും സ്വീകരിക്കാൻ ബാലി തയ്യാറല്ല. സത്യം അംഗീകരിക്കാൻ തയ്യാറല്ല. നീതി പ്രവർത്തിക്കാൻ തയ്യാറല്ല. അങ്ങനത്തെ ഒരാളെയാണ് കൊല്ലേണ്ടത്. അയാൾക്ക് ഇങ്ങനെ ഒരു വലിയ ശക്തിയും കൂടി ഇരിക്കുന്നു.
ആരാണോ അയാളുടെ പ്രതിദ്വന്ദ്വിയായിട്ട് വരുന്നത് ആ പ്രതിദ്വന്ദ്വിയുടെ പകുതി ബലവും കൂടി അയാൾക്ക് കിട്ടും. അപ്പോൾ ഒളിച്ചു നിന്ന് തട്ടിക്കളഞ്ഞു. അത്രയേ ഉള്ളൂ കാര്യം. വളരെ ലളിതമാണ് അതിനകത്ത് അന്തർഭവിച്ചിരിക്കുന്ന പ്രശ്നം. ഇതുപോലെ ഭീഷ്മർ 10 ദിവസത്തെ യുദ്ധത്തിൽ 10,000-കണക്കിനാണ് ഭടന്മാരെ കൊന്നൊടുക്കിയത്. അങ്ങനെ അങ്ങ് നിന്നാൽ ഈ പാണ്ഡവ സേനകളെ മുഴുവനും അദ്ദേഹം ഭസ്മീകരിച്ച് കളയും. അർജുനനാണെങ്കിൽ ഇത് ഭീഷ്മരാണല്ലോ, ഭീഷ്മരുടെ ജീവൻ ഒടുക്കുകയാണ് നിൻ്റെ ഒന്നാമത്തെ കർത്തവ്യം എന്ന് ഉപദേശിച്ചിട്ടും അപ്പോൾ പറഞ്ഞ മറുപടി, അർജുനൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഭഗവാനോട് അർജുനൻ പറഞ്ഞു, ഞങ്ങളുടെ പിതാമഹനെ അച്ഛ എന്ന് വിളിച്ചാണ് ശീലിച്ചു പോകുന്നത്. കുട്ടിക്കാലത്ത് ഞങ്ങളെ തോളിലിട്ട് ഉറക്കി താരാട്ടുപാടി ഉറക്കിയിരുന്നത് അദ്ദേഹമാണ്. ഞങ്ങൾക്ക് ചോറ് വാരി തന്നത് ഞങ്ങൾക്ക് അച്ഛനില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹമാണ്. ഞങ്ങൾ അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിച്ച് ശീലിച്ചു പോന്നു. പിന്നെ മുതിർന്നതിന് ശേഷമാണ്, മക്കളെ ഞാൻ നിങ്ങളുടെ അച്ഛനല്ല, നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛനാണ്, അതുകൊണ്ട് നിങ്ങളെന്നെ അപ്പൂപ്പ എന്ന് വിളിക്കണം. അങ്ങനെ ഞങ്ങളുടെ രോഗങ്ങളിൽ ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ഞങ്ങൾക്ക് ഭക്ഷണം ഉരുട്ടിത്തരികയും ഞങ്ങളെ താരാട്ടുപാടി ഉറക്കുകയും ചെയ്ത ബ്രഹ്മചാരിയായ ഭീഷ്മരുടെ ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ നെഞ്ചത്തേക്ക്, സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ നെഞ്ചത്തേക്ക്, ഞങ്ങൾക്ക് വേണ്ടി മിടിക്കുന്ന ആ ഹൃദയത്തിലേക്ക് എങ്ങനെയാണ് ഞാൻ ക്രൂരമായ അമ്പുകളയക്കുക, തീക്ഷ്ണമായ നിശിതമായ അമ്പുകളയച്ച് അദ്ദേഹത്തെ, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഹൃദയത്തെ എങ്ങനെയാണ് ഞാൻ മുറിപ്പെടുത്തുക? ഭീഷ്മൻ, നീ മുറിപ്പെടുത്തണ്ട, നിന്നെ അവൻ കൊല്ലും. ഭീഷ്മൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഭീഷ്മനെ വധിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആണ് തേരിൽ നിന്ന് ചാടിയിറങ്ങുന്നത്. ആയുധമെടുത്തില്ല. ആയുധമെടുത്തു എന്ന് ഹരി പറഞ്ഞത് ശരിയിൽ, ആയുധമെടുത്തില്ല. ആയുധമെടുക്കാതെ ചാട്ടയാണ്. ചാട്ട ആയുധമാണ് എന്ന് സങ്കല്പിച്ചാൽ ആയുധമാണ്, അത്രയേ ഉള്ളൂ. ചാട്ടയും വേണ്ടി ചാടി ഇറങ്ങുകയായിരുന്നു. അപ്പോൾ വലിയ താഴെ വെച്ചു, വാ ജനാർദ്ദന വാ, നീ എൻ്റെ കഴുത്തെടുക്ക്, എനിക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കാര്യം ഓർത്തത് കൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം മുന്നോട്ട് മാറി. മാത്രമല്ല ഈ അർജുനൻ ഭഗവാന്റെ വാക്ക് തെറ്റിപ്പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വാക്ക് തെറ്റിപ്പോകാതിരിക്കണമെന്നുള്ള വലിയ വേവലാതിയൊന്നും ഭഗവാനില്ല. കാരണം അദ്ദേഹം തന്നെയാണ് വാക്ക്, അദ്ദേഹം തന്നെയാണ് ഓങ്കാരം, അദ്ദേഹം തന്നെയാണ് ലോകത്തിലെ സർവ്വഭാഷകളും, അദ്ദേഹം തന്നെയാണ് ലോകത്തിലെ സർവ്വജീവികളും. അപ്പോൾ ഒരു അതീതാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിജ്ഞകളൊക്കെ അസ്തമിച്ചു പോകുന്ന, പ്രതിജ്ഞകൾക്ക് വിലയില്ലാതെയാവുന്ന, പ്രതിജ്ഞകൾ മൂല്യരഹിതമായി പോകുന്ന ജീവിത സന്ദർഭങ്ങളുണ്ടാവും മനുഷ്യൻ്റെ രക്ഷയെ കരുതുമ്പോൾ. അപ്പോൾ അർജുനൻ പിടിച്ച് വലിച്ചു പിന്നോട്ട്, ഈ പ്രതിജ്ഞ ലംഘിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അർജുനനെ തൂക്കിയെടുത്തു. അപ്പോൾ വെറുതെ കയ്യെ തൂങ്ങിക്കിടന്നു അർജുനൻ. ഇങ്ങനെ അർജുനൻ തൂങ്ങിക്കിടക്കുന്ന വിവരം തന്നെ അദ്ദേഹം അറിഞ്ഞില്ല. കുറച്ചിങ്ങോട്ട് ചാടി കുതിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ഈ വർത്തമാനം. വരൂ ജനാർദ്ദന വരൂ, നീ എൻ്റെ കഴുത്തെടുക്കൂ, എൻ്റെ ജീവനെടുക്കൂ, എനിക്ക് മോക്ഷം കിട്ടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോക്ഷം കിട്ടേണ്ട ചക്കാത്തിലെന്ന് ഭഗവാൻ വിചാരിച്ചു. അപ്പോഴാണ് ഈ ഇതിയാൻ തൂങ്ങിക്കിടക്കുന്നത്. ആര്? ഈ അർജുനൻ. നീ എൻ്റെ കയ്യിൽ കിടക്കുന്നുമില്ലേ, വാ പോകാം എന്ന് പറഞ്ഞിട്ട്